നഷ്ടക്കണക്കുകൾ മാത്രം പറയുന്ന KSRTCയുടെ അതേ റൂട്ടിൽ സർവീസ് നടത്തി ലാഭം കൊയ്യുകയാണ് കർണാടക RTC. കാസർഗോഡ് മംഗലാപുരം റൂട്ടിലാണ് ഓർഡിനറി ബസ്സുകൾക്കൊപ്പം കുറഞ്ഞ നിരക്കിൽ കർണാടകയുടെ ഡീലക്സ് ബസ്സുകളായ രാജഹംസം സർവീസ് നടത്തുന്നത്. മംഗലാപുരം കാസർഗോഡ് റൂട്ട് നഷ്ടത്തിലാണെന്ന പേരിൽ പല സർവീസുകളും KSRTC വെട്ടിക്കുറയ്ക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 5 സർവീസുകൾ നിർത്തിവെച്ചു. അതിനിടെയാണ് കർണാടക രാജഹംസയുടെ 2 എക്സിക്യൂട്ടീവ് ബസ്സുകൾ സർവീസ് ആരംഭിച്ചത്. ദിവസവും 6 സർവീസാണ് കർണാടക RTCയുടെ രാജഹംസ നടത്തുക. പുഷ്ബാക്ക് സീറ്റ് അടക്കമുള്ള സൗകര്യങ്ങളാണ് ഇതിൽ ലഭിക്കുന്നത്. സാധാരണ ടിക്കറ്റ് ചാർജിനേക്കാൾ അല്പം കൂടുതലാണെങ്കിലും സുഖകരമായ യാത്രയും വേഗത്തിലെത്താൻ സാധിക്കുമെന്നതുമാണ് യാത്രക്കാരെ സർവീസിലേക്ക് ആകർഷിച്ചത്. മംഗലാപുരത്ത് നിന്ന് രാവിലെ 6:30-ക്കും 7:30-ക്കും 10:30-ക്കും 11:30-ക്കും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും 3:30-ക്കും കാസർഗോഡ് നിന്ന് രാവിലെ 8:30-ക്കും 9:30-ക്കും ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും 1:30-ക്കും 5:00-നും 5:30-നുമാണ് സർവീസുകൾ. കാസർഗോഡ് മംഗലാപുരം യാത്രയ്ക്ക് സാധാരണ ബസ്സുകൾ 1 മണിക്കൂർ 35 മിനിറ്റ് എടുക്കുമ്പോൾ രാജഹംസ ബസ്സുകൾ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തും. കേരളത്തിലെ യാത്രക്കാരിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കുന്നുണ്ടെന്നും ബസ് ജീവനക്കാരും പറയുന്നു. ചാർജ് മംഗളൂರಿಗೆ 800 ರೂಪಾಯಿ ಮಾಡಿದ್ದಾರೆ. ಸ್ಟಾಪ್ ಇಲ್ಲಿ ಬಿಟ್ಟ ಕುಂಬ್ಳೆ, ಆಮೇಲೆ ಬಂದಿಯೋಡು, ನಯ ಬಜಾರ್, ಉಪ್ಪಳ ಕೈಕಂಬ, ಹೊಸಂಗಡಿ, ಮಂಜೇಶ್ವರ, തലപ്പാടി, മംഗളൂർ. മംഗലാപുരം വരെ 100 രൂപയാണ് ചാർജ്. കുമ്പള, ബന്ദിയോട്, നയാ ബസാർ, കൈകമ്പ, ഉപ്പള, ഹൊസങ്കടി, മഞ്ചേശ്വരം, തലപ്പാടി, ബിരി എന്നിവിടങ്ങളിലാണ് നിലവിൽ സ്റ്റോപ്പ് ഉള്ളത്. പരീക്ഷണം ലാഭത്തിലായതോടെ കൂടുതൽ സർവീസുകൾ നടത്താനാണ് കർണാടക RTCയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.